അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭാവന തട്ടിപ്പ് വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവർക്കെതിരെ RSS നേതൃത്വം കടുത്ത അസംതൃപ്തി രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ. ഹരിദ്വാറിൽ നടന്ന വിശ്വ ഹിന്ദു പരിഷത്ത് ബൈഠക്കിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലെ ഇരുവരെയും നേരിട്ട് വിളിച്ചു വരുത്തി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടുകയും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ പദവികളിൽ തുടരുന്നത് ഉചിതമല്ലെന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതായാണ് വിവരം. ഇതിനിടെ ചമ്പത് റായും അനിൽ മിശ്രയും തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചതായും റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇരുവരും ഇതുവരെ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഏതാനും വ്യക്തികൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പേരിൽ മുഴുവൻ ക്ഷേത്ര ട്രസ്റ്റിനെയും പിരിച്ചുവിടാനാകില്ലെന്ന നിലപാടാണ് VHP വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ സ്വീകരിക്കുന്നത്. ഇതിനിടെ സംഭാവന തട്ടിപ്പ് കേസിൽ അന്വേഷണം പോലീസ് കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ്. 5 ബാങ്ക് ജീവനക്കാരുടെ പങ്കും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ക്ഷേത്രത്തിലെ കാണിക്കപ്പണം ഘട്ടം ഘട്ടമായി തട്ടിയെടുത്ത ശേഷം ആദ്യം ശൗചാലയത്തിൽ ഒളിപ്പിച്ചുവെന്നും പിന്നീട് രഹസ്യമായി പുറത്തേക്ക് കടത്തിയതുമായാണ് അന്വേഷണത്തിലെ പ്രാഥമിക കണ്ടെത്തലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് ചമ്പത് റായുടെ ഡ്രൈവർ ടിന്നു യാദവ്, ക്ഷേത്രത്തിലെ കാണിക്കപ്പണം ബാങ്കിൽ നിക്ഷേപിക്കുന്ന ചുമതലയുണ്ടായിരുന്ന വിരമിച്ച ബാങ്ക് ജീവനക്കാരൻ സുഭാഷ് കശ്യപ്, കാണിക്കപ്പണം എണ്ണുന്ന ചുമതലയുണ്ടായിരുന്ന മറ്റ് 6 ജീവനക്കാർ എന്നിവരടക്കം ഇതുവരെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് ഏകദേശം 80 ലക്ഷം രൂപ കണ്ടുകിട്ടിയതായും അറസ്റ്റിലായവരെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടയച്ചതായും അധികൃതർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമായ തെളിവുകളും വിവരങ്ങളും പുറത്തു വരാനിടയുണ്ടെന്നും കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു.